ഈ ഒരു ഷാൾ കൊണ്ട് ഞാനൊരു ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ട്ടോ. ക്യാപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, നമ്മൾ കുർത്തൻ്റെ കൂടെയും ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ആ ക്യാപ്പ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ വർക്കില്ലാത്ത ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കാണാൻ നല്ല രസമുണ്ട്. അതിന് വേണ്ടി ഞാനൊരു ഷോളാണ് എടുക്കുന്നത്. നല്ല ഭംഗിയുള്ള ഷോളാണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിനും യൂസ് ചെയ്യാം കേട്ടോ. ആ ഷോൾ 4ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്കും അതേപോലെ തന്നെ അതിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യണ അളവൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ എടുത്താൽ മതി. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം അത് റൗണ്ടിൽ അങ്ങോട്ട് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ നെക്കും അതേപോലെ തന്നെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നെക്കിൻ്റെ അവിടെ ഞാൻ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യുമ്പോൾ കാണാനൊരു പ്രത്യേക ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ താഴ്വശം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യണേ. അതേപോലെ തന്നെ ഇതിന് ഹാങ്ങിങ് ഒക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ താഴ്വശത്ത് എൻ്റെ കയ്യിൽ ഹാങ്ങിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. ഹാങ്ങിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, കാണാൻ ഒരു പ്രത്യേക ഒരു ലുക്കായിരിക്കും. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.